നീറ്റ് റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ മെഡിക്കൽ അലോട്ട്മെന്റ് പ്രോസസ്സ് MCC സ്കെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4-ാം തീയതി സീറ്റ് മെട്രിക്സ് വരും. അത് കഴിഞ്ഞാൽ 5-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. രജിസ്ട്രേഷൻ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ 5 മുതൽ 12 വരെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം 6-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. 13 മുതൽ 16-ാം തീയതി വരെ അത് പ്രോസസ്സിന് വേണ്ടി ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ അലോട്ട്മെന്റ് റിസൾട്ട് വരുന്നത് 17-ാം തീയതിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ കാൻഡിഡേറ്റ്സിനോടും കൂടി പറയുകയാണ്, നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് MCC ഈ ഡേറ്റിനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ ഡേറ്റിന് കറക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. 5-ാം തീയതി ഒരു കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമ്മൾ കാണുന്നത് എന്താ, അലോട്ട്മെന്റ് പ്രോസസ്സ് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ മിക്കവാറും പിറ്റേ ദിവസം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ബേജാറാവേണ്ടതില്ല, പിറ്റേ ദിവസം തുടങ്ങിയാൽ മതി. നല്ല സമയമുണ്ട് നമുക്ക്. ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള പ്രോസസ്സിൽ 1-ാം ഘട്ട ചോയ്സ് ഫില്ലിങ്ങിന് നല്ല സമയം നമുക്ക് കിട്ടുന്നുണ്ട്. നോക്ക്, 5-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് 12-ാം തീയതി വരെ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അക്കാഡമിക് ഇൻഫർമേഷൻ, മറ്റ് ഡീറ്റെയിൽസ്, നമ്മൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ കോട്ട, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ദെൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് അതിൽ വരുന്നതാണ്. അതുപോലെ FMC, ദെൻ നഴ്സിംഗ്, ഇത്തരം കാര്യം, ഡീംഡ് യൂണിവേഴ്സിറ്റി, ഇത് നമുക്ക് ചൂസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. അറിയാണ്ടെങ്ങാനും ഡീംഡ് കൊടുത്താൽ നിങ്ങൾ 2 ലക്ഷം രൂപ ഫീസ് അടക്കേണ്ടി വരും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അതിൽ ഓൾ ഇന്ത്യ കോട്ട, സെൻട്രൽ കോട്ട, ദെൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ട, ദെൻ അതുപോലെ തന്നെ FMC ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. FMC ആ രജിസ്ട്രേഷൻ മാത്രമുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി തെരഞ്ഞെടുപ്പൊക്കെ FMC നേരിട്ട് നടത്തുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. ദെൻ മറ്റൊന്ന്, നഴ്സിംഗ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഡീംഡ് ഇല്ലാത്തവർ ഡീംഡ് ഒഴിവാക്കുക, ഡീംഡ് പ്രത്യേകം വേണമെന്നുള്ളവർ ഡീംഡ് സെലക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ചോയ്സ് ഫില്ലിങ്ങിലേക്ക് നേരെ പോകും. ഈ ചോയ്സ് ഫില്ലിങ്ങിൽ നമുക്ക് നമ്മുടെ കോളേജുകളുടെ ലിസ്റ്റ്, താല്പര്യമുള്ളത്, സ്റ്റേറ്റ് അനുസരിച്ച്, പ്രോക്സിമിറ്റി, യാത്ര സൗകര്യങ്ങൾ, കോളേജുകളുടെ പ്രത്യേകതകൾ, ഇതൊക്കെ വെച്ച് ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ച് അലോട്ട്മെന്റ് പ്രോസസ്സിൽ ചോയ്സ് ഫില്ല് ചെയ്യുന്ന പരിപാടി കരിയർ ഗുരു ഓഫീസിൽ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്പറിൽ കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പ്രോസസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള അറിയിക്കുക. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം തന്നെ തുടങ്ങിക്കൊള്ളണം എന്നില്ല. ആ ദിവസം തന്നെ തുടങ്ങില്ല, പിറ്റേ ദിവസമായിരിക്കും തുടങ്ങുക. അപ്പോൾ 5-ാം തീയതി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ 6-ാം തീയതി ആയിരിക്കും. ചോയ്സ് ഫില്ലിംഗ് ചിലപ്പോൾ 7-ാം തീയതിയിലേക്ക് വരും. അതുകൊണ്ട് 7-ാം തീയതി മുതൽ കണക്കാക്കിയാൽ പോലും 7, 8, 9, 10, 11, 12, 13 രാവിലെ 11 മണി വരെ ഈ ചോയ്സ് ഫില്ലിംഗ് ഉള്ളു. അതുവരെ കാത്തു നിൽക്കേണ്ട ആരും അതിന് തൊട്ട് മുമ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പോലും ഒരു 6-7 ദിവസം നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ 7, 8, 9, 10, 11, 12 കിട്ടും. ദെൻ 7 ദിവസം കിട്ടും. അതുകൊണ്ട് ടെൻഷൻ അടിച്ച് നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ പോയി ചെയ്യണം എന്നില്ല. ആദ്യ ദിവസം സൈറ്റ് മിക്കവാറും സെർവർ ഡൗൺ ആവും, ജാം ആവും. അതുകൊണ്ട് സമാധാനത്തിൽ ചെയ്താൽ മതി. ആദ്യത്തെ ദിവസം കൊടുത്ത ആൾക്ക് കൂടുതൽ പരിഗണന, ഏറ്റവും അവസാനം കൊടുത്ത ആൾക്ക് പിന്നെ ലീസ്റ്റ് പ്രിഫറൻസ്, അങ്ങനെയൊന്നുമില്ല. ഒരേ പരിഗണനയാണ് കിട്ടുക. കോളേജ് ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല, പേടിക്കണ്ട. ദെൻ 2-ാം ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾ ചോയ്സ് ഫില്ലിങ്ങിലും ഈ പ്രോസസ്സിലും പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, അതിന് കുറച്ച് ദിവസമേ ഉള്ളൂ. ആ കുറച്ച് ദിവസം ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താ, കേരളത്തിൽ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ 2-ാം ഘട്ടത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല, 3-ാം ഘട്ടത്തിലും പങ്കെടുക്കാൻ പറ്റില്ല. ഓൾ ഇന്ത്യ അങ്ങനെയല്ല. ഈ ഏത് 3 ഘട്ടത്തിലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ പ്രോസസ്സ് പുതുതായിട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാത്ത ആൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് പങ്കെടുക്കാത്ത ആൾക്ക് 3rd അലോട്ട്മെന്റിലും പങ്കെടുക്കാവുന്നതാണ്. അതൊരു വിഷയമേ അല്ല, അത് ചെയ്യാം. പക്ഷെ അങ്ങനെ കാത്തു നിൽക്കേണ്ട, ആദ്യം തന്നെ കൊടുത്തു പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് രജിസ്ട്രേഷൻ എല്ലാ ഘട്ടത്തിലും രജിസ്ട്രേഷനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം പ്രത്യേകം മനസ്സിലാക്കുക. 2-ാം ഘട്ടത്തിന്റെ രജിസ്ട്രേഷൻ ടൈം കൊടുത്തിരിക്കുന്നത് 25 മുതൽ 29 വരെയാണ്. എന്നുവെച്ചാൽ ഓഗസ്റ്റ് 25 മുതൽ 29 വരെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ സീറ്റ് റിസൾട്ട് വരുന്നത് 17-ാം തീയതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 13-ാം തീയതി മുതൽ 16-ാം തീയതി വരെ പ്രോസസ്സിന് വേണ്ടി ക്ലോസ് ചെയ്യും സൈറ്റ്. എന്നിട്ട് റിസൾട്ട് വരുന്നത് 17-ാം തീയതി. ഈ ഡേറ്റുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം ഉണ്ടായേക്കാം. ഓഗസ്റ്റ് 18 മുതൽ 22-ാം തീയതി വരെയാണ് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 25 മുതൽ 29 വരെ രജിസ്ട്രേഷൻ ടൈം ഉണ്ട്. ചോയ്സ് ഫില്ലിംഗ് വരുന്നത് ഓഗസ്റ്റ് 25 മുതൽ 30 വരെയും
റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ 2 ദെൻ ജോയിൻ ചെയ്യാനുള്ള ടൈം 3 സെപ്റ്റംബർ മുതൽ 8 സെപ്റ്റംബർ വരെയാണ്. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ റിസൾട്ട് വരുന്നത് ഓഗസ്റ്റ് 17 റിസൾട്ട് വരുന്നതെങ്കിൽ സെപ്റ്റംബർ 2 രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി സ്കെഡ്യൂൾ 3-ാം ഘട്ടത്തിൻ്റെ റൗണ്ടിൽ വരുന്നത് എപ്പോഴാണ്? 3-ാം ഘട്ട റൗണ്ടിലെ രജിസ്ട്രേഷൻ 11 സെപ്റ്റംബർ മുതൽ 15 സെപ്റ്റംബർ വരെയും ദെൻ ചോയ്സ് ഫില്ലിംഗ് 11 സെപ്റ്റംബർ മുതൽ 16 സെപ്റ്റംബർ വരെയും റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ 18 അപ്പോൾ സെപ്റ്റംബർ 18 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് തീരും. 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രോസസ്സിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പുതിയ സിസ്റ്റത്തിൽ 3 കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1-ാം ഘട്ട അലോട്ട്മെൻറ്റ് നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് അടിക്കാം. ഫ്രീ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം. ഓൾ ഇന്ത്യയുടെ പ്രത്യേകത അതാണ്. കേരളത്തിൽ ആ പ്രത്യേകത ഇല്ല. കേരളത്തിൽ നമുക്കൊരു പ്രാവശ്യം അലോട്ട്മെൻറ്റ് പോയില്ലെങ്കിൽ, ജോയിൻ ചെയ്തില്ലെങ്കിൽ, ഫീസ് അടച്ചില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ ഔട്ടാവും. ഓൾ ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഫ്രീ എക്സിറ്റ് അടിക്കാം. അതുപോലെയല്ല ഈ പ്രാവശ്യം. അതിൻ്റെ ഒരു മാറ്റം വന്നിരിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, താല്പര്യമുള്ള ആളുകൾക്ക് പോയി ജോയിൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രീസ് ചെയ്യുക, മറ്റൊന്ന് ഫ്ലോട്ട് ചെയ്യുക. ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ദെൻ അതിന് മുമ്പ് കോളേജൊക്കെ ഉണ്ട്, പക്ഷേ അതിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഫ്രീസ് ചെയ്ത് അതെടുക്കാം. ദെൻ എന്നിട്ട് നിങ്ങൾ കോളേജിൽ പറഞ്ഞിരിക്കുന്ന ടൈമിന് പോയി ജോയിൻ ചെയ്യുക. അതാണ് ഒന്ന്. രണ്ടാമത്തത് നമുക്ക് ഫ്ലോട്ട് ചെയ്യാം. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് തൃശ്ശൂർ കിട്ടി, പക്ഷേ തൃശ്ശൂർ നമ്മളിപ്പോൾ ഫിസിക്കലി പോയി ജോയിൻ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലോട്ട് ചെയ്യാം. ഫ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദെൻ അപ്ഗ്രേഡ് ചെയ്യുന്ന പണിയാണ്. ജോയിൻ ചെയ്ത് ഓൺലൈൻ ജോയിൻ ചെയ്യുക. ഓൺലൈൻ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ? ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ പ്രോസ്പെക്ടസ് നോക്കി, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിൽ ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വില്ലിങ്നെസ് അപ്ഗ്രേഡിനുള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്കത് പോവില്ല. എന്നാൽ അടുത്ത ഫ്ലോട്ടിങ്ങിലേക്ക് പോകുമ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ കിട്ടി, അതിൻ്റെ മേലേക്ക് എടുക്കുന്നത് കോട്ടയം, ദെൻ അതുപോലെ കോഴിക്കോട്, ട്രിവാൻഡ്രം ഒക്കെ ആണെങ്കിൽ അതിലേക്ക് മാറാൻ അവസരമുണ്ട്. 2-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് മാറി ദെൻ കോട്ടയത്തേക്ക് കിട്ടിയെന്ന് ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്യാം. ഫ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും ഫ്ലോട്ട് ചെയ്യാനുള്ള വില്ലിങ്നെസ് അറിയിച്ചു കഴിഞ്ഞാൽ 3-ാമത്തേലേക്ക് മാറും. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന്, കോളേജിൽ നിന്ന് താല്പര്യമില്ല, നിങ്ങൾക്ക് കിട്ടി 2-ാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് തൃശ്ശൂരാണ്, പക്ഷേ നിങ്ങൾക്ക് ഈ മൊത്തം പ്രോസസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, റിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റിസൈൻ ചെയ്യാം. ഫിസിക്കലി അവിടെ പോവേണ്ട ആവശ്യമില്ല. ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് പ്രോസസ്സിലെ പ്രിഫറൻസിനെ കുറിച്ച്, ലോവർ ഓപ്ഷനെ കുറിച്ച്, ഹയർ ഓപ്ഷനെ കുറിച്ച് എന്തായാലും 4-ാം തീയതി ഞാനൊരു വീഡിയോ ചെയ്യും. ആ വീഡിയോ നിങ്ങൾ സശ്രദ്ധം കേൾക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ചോയ്സസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാനും സമർപ്പിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാങ്കേതികതകൾ പറയാനും കരിയർ ഗുരുവിൽ അവസരമുണ്ട്. നിങ്ങൾ നേരിട്ട് വരാം, ഇവിടുത്തെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. തെറ്റുകൂടാതെ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള അവസരം കരിയർ ഗുരുവിൽ പരമാവധി ഉപയോഗിക്കുക. ബൈ ബൈ. താങ്ക് യു. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.